വെൽക്കം ടു മൈ ചാനൽ ദ സ്പീക്കിംഗ് ട്രീ. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എപ്രകാരമാണ് നമ്മളുടെ ഹൃദയത്തെ ഒരു പുൽക്കൂടാക്കി മാറ്റേണ്ടത് എന്ന് ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് വിശുദ്ധ പൗലോസ് കൊറിന്തോസ്കാർക്ക് എഴുതുന്ന ലേഖനം അധ്യായം 6. എന്നാൽ ഈ ഒരു അധ്യായം ആ ഒരു പശ്ചാത്തലത്തിൽ അല്ല എങ്കിലും എനിക്ക് ഈ ഒരു അധ്യായം വായിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഈ ഒരു ക്രിസ്മസ് വേളയിൽ ഈ ഒരു അധ്യായം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ചിന്ത ഇപ്രകാരമായിരുന്നു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അധ്യായം 6-ാമത്തെ അധ്യായം എഴുതിയിരിക്കുന്ന പശ്ചാത്തലം ഇപ്രകാരമാണ്. അതായത് കൊറിന്തോസിൽ ഒത്തിരി അസന്മാർഗിക രീതിയിലുള്ള ചിന്തകളും പ്രവൃത്തികളും ഒക്കെ നടക്കുന്ന വേളയിൽ പൗലോസ്ലീഹ ഒത്തിരി വിഷമിച്ചുകൊണ്ട് അതേസമയം പരിഹാസത്തോടു കൂടി എഴുതുന്ന ഒരു ലേഖനമാണ് 6-ാമത്തെ അധ്യായം. എന്നാൽ ഈ ഒരു ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, എപ്രകാരം ഇത് നമ്മളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. എന്നാൽ ഈ ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു വേളയിൽ എനിക്ക് കിട്ടിയ ഒരു ചിന്ത ഇപ്രകാരമാണ്: നമ്മളുടെ ഹൃദയം എങ്ങനെ ഒരുക്കണം? ഹൃദയം ഒരുങ്ങാതെ വീട്ടിലൊരു പുൽക്കൂട് ഉണ്ടാക്കുന്നതിൽ എന്ത് അർത്ഥമാണോ ഉള്ളത് എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അതായത് നമ്മൾക്ക് മറ്റുള്ളവരുമായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ പ്രശ്നങ്ങളൊന്നും തീർക്കാതെ ആ ഒരു ദേഷ്യവും വിദ്വേഷവും പരിഭവവും വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ആദ്യം നമ്മളുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കുക. പുൽക്കൂട് എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു വേളയാണ്. ഇത് നമ്മളുടെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ഒരു പുൽക്കൂട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് യേശു ക്രിസ്തു അവിടെ ജനിക്കുന്നത്? ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. സഹോദരന്മാരോ അല്ലെങ്കിൽ സഹോദരിയായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ മാതാപിതാക്കളായിട്ടോ അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലൊക്കെയുള്ള പ്രശ്നങ്ങളില്ലാത്ത കുടുംബമില്ല. ആ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ ആ പ്രശ്നത്തെ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ആദ്യം ചിന്തിക്കുക. എന്നിട്ടും ധന്യതപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു മൂന്നാമത്തെ ഒരു വ്യക്തിയെ ക്ഷണിക്കുക. പക്ഷെ പൗലോസ്ലീഹ പറയുകയാണ്, ആ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്, അതായത് ലോകത്തിന്റെ ജ്ഞാനം മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ദൈവഭയവും നന്മയിലൂടെ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും ഏറ്റവും ഉത്തമമായ പരിഹാരം നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അതായത് നമ്മൾക്ക് ഒന്ന് താഴ്ന്നു കൊടുക്കാൻ സാധിക്കില്ലേ? ഒന്ന് ക്ഷമിക്കാൻ സാധിക്കുകയില്ലേ? ഒരാളെങ്കിലും ഒന്ന് ക്ഷമിച്ചാൽ അവസാനിക്കാവുന്ന പ്രശ്നങ്ങളെ ഏതൊരു വീട്ടിലുമുള്ളൂ. അതുകൊണ്ട് ഒന്ന് ചിന്തിക്കുക. പ്രശ്നങ്ങളെ വലിച്ച് വഷളാക്കാതെ ഒരാളെങ്കിലും ഒന്ന് ക്ഷമിച്ചാൽ, ഒരാളെങ്കിലും ഒന്ന് താഴ്ന്നു കൊടുത്താൽ, ഒരാളെങ്കിലും ഒരു സഹനം എടുത്താൽ അവസാനിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെയാണ് നമ്മളുടെ ഹൃദയം ഒരു പുൽക്കൂടായി മാറുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മളുടെ ഹൃദയം പോലെ തന്നെ നമ്മളുടെ ശരീരവും ഒരു പുൽക്കൂടാക്കി മാറ്റേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതാണ് മൂന്നാമത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഈ ഒരു ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പലതരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മളുടെ ഓരോ സന്തോഷം എന്ന് പറയുന്നത് മറ്റു പലരുടെയും സഹനങ്ങളുടെയും വേദനകളുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമാണ്. അങ്ങനെ ഇരിക്കെ നമുക്ക് കിട്ടുന്ന ഓരോ സൗഭാഗ്യങ്ങൾക്കും നമ്മൾ എത്രമാത്രം ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുകയാണ്, വില കൊടുത്ത് നേടിയവരാണ് നമ്മൾ ഓരോരുത്തരും. എത്രമാത്രം നമ്മൾ ദൈവത്തോട് കടപ്പെട്ടിരിക്കേണ്ടവരാണ്. അങ്ങനെയുള്ള നമ്മൾ എന്ത് കണ്ടാണ് അഹങ്കരിക്കുന്നത്? ഒന്ന് താഴ്ന്നു കൊടുത്താൽ, ഒന്ന് ക്ഷമിച്ചാൽ അവസാനിക്കാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. ഇങ്ങനെയുള്ള വേളയിൽ ഏറ്റവും ഉത്തമമായത് നമ്മളുടെ ചിന്തകളെയും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ പരിശുദ്ധിയിലും വിശുദ്ധിയിലും വെക്കാൻ സാധിക്കുമ്പോൾ നമ്മളുടെ ശരീരം പോലും പരിശുദ്ധാത്മാവിന് വസിക്കുന്ന ഒരു ആലയമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. ഒരു ഉദാഹരണം തരാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ ആ പ്രശ്നത്തിന് ഉത്തമമായ ഒരു പരിഹാരം തേടാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഒരു പക്ഷെ നമ്മൾ മറ്റൊരു വ്യക്തിയുടെ സഹായം അപേക്ഷിക്കും.
ഇവിടെ പൗലോസ്ലീഹ പറയുകയാണ് ആ വ്യക്തി വളരെ ഉത്തമനായ അല്ലെങ്കിൽ ഉത്തമയായ ഒരു വ്യക്തിയായിരിക്കണം. കാരണം നമ്മളുടെ സമ്പർക്കം പോലും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇവിടെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പം എനിക്ക് സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത്? ഞാൻ പോകുന്ന പള്ളിയിൽ ഏതാണ്ട് 40-50 കുടുംബങ്ങളുണ്ട്. എല്ലാവരും വിശ്വാസികൾ തന്നെ. പക്ഷേ ആത്മീയത റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംശയമാണെങ്കിൽ ഈ വിശ്വാസികളെയാണോ ഞാൻ സമീപിക്കേണ്ടത്, അതോ വിശ്വാസത്തിൻ്റെ പേരിൽ സ്വന്തം ജീവിതം തന്നെ അതിനായി ആത്മീയതയ്ക്ക് മാറ്റിവെച്ച വ്യക്തികളെയാണോ ഞാൻ സമീപിക്കേണ്ടത്? ഏറ്റവും ഉത്തമമായ ഉത്തരം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആത്മീയത റിലേറ്റഡ് ആയിട്ടുള്ള സംശയമാണെങ്കിൽ ഞാൻ പോകുന്ന പള്ളിയിലെ വികാരിയച്ഛനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്യാസിനിയെയോ അല്ലെങ്കിൽ ആത്മീയതയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ള വ്യക്തികളുമായിട്ട്, കാരണം അവർക്കുണ്ടാകുന്ന ദൈവിക അനുഭവങ്ങൾ ഒരിക്കലും ഒരു മാനസികമായ നിലയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾക്ക് ദൈവികമായിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം അത്യാവശ്യമാണ് എന്നും ഈ ഒരു അധ്യായം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എന്തെങ്കിലും അസുഖം വന്നാൽ നമ്മൾ വക്കീലിനെയാണോ കാണുക അതോ ഡോക്ടറെയാണോ കാണുക? തീർച്ചയായും ഡോക്ടറിനെയാണ് കാണുക. അതുതന്നെയാണ് പൗലോസ്ലീഹ പറയുന്നത്. നമുക്ക് ഏറ്റവും യോജ്യമായ ഒരു വ്യക്തിയെ ആയിരിക്കണം നമ്മൾ പോയി കാണേണ്ടത്. എന്നാൽ മാത്രമാണ് അതിന് അനുയോജ്യമായ പരിഹാരം കിട്ടുകയുള്ളൂ എന്നും ഈ ഒരു അധ്യായം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു അധ്യായം എന്നെ ഓർമ്മിപ്പിച്ച ഒരു വലിയൊരു ചിന്ത എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഹൃദയത്തെയും ശരീരത്തെയും പുൽക്കൂടാക്കി മാറ്റാൻ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു അധ്യായമാണിത്. നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം.